ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമ പട്ടിക പുറത്തെത്തും മുമ്പേ പോരാട്ടത്തിനായി കച്ചമുറുക്കിയ മുകേഷ്. UDF സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന് പിന്നാലെ ചുവരെഴുത്തുകളും വോട്ടഭ്യർത്ഥനയുമായി കൊല്ലത്തിന്റെ MLA കൂടിയായ നടൻ മുകേഷും കളം പിടിക്കാനിറങ്ങിയതോടെ കൊല്ലത്ത് പോരാട്ടം കനക്കുമെന്ന് ഉറപ്പായി. കൊല്ലം MLAയെ കാണാനില്ലെന്ന പ്രതിപക്ഷത്തിന്റെയും യുവജന സംഘടനകളുടെയും ആക്ഷേപങ്ങൾക്കിടയിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായി ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന മുകേഷ് ജില്ല നിറഞ്ഞ പരിപാടികളിൽ സജീവമായിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരോടും വോട്ടർമാരോടും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരോടും കുശലാന്വേഷണം നടത്തിയും നർമ്മം പങ്കിട്ടും സെൽഫി എടുത്തുമൊക്കെ ആൾക്കൂട്ടത്തിന് നടുവിലാണിപ്പോൾ മുകേഷ്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്ക് പുറമെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുകേഷിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും നിറഞ്ഞു കഴിഞ്ഞു. അതിരാവിലെ മുതൽ തന്നെ തിരക്കിട്ട പരിപാടികളുമായി ജില്ലയിലൊട്ടാകെ മുകേഷ് ഓട്ടപ്പാച്ചിലാണ്. ഔദ്യോഗിക പ്രഖ്യാപനം എത്തുമുന്നേ പൊതുവേദികളിൽ വോട്ടഭ്യർത്ഥന നടത്താനും മുകേഷ് മറക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു തന്നെയാകണം. ഏകദേശം കൺഫ്യൂഷൻ ആയിട്ടില്ലേ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം അരിവാൾ നക്ഷത്രം ചിഹ്നമൊക്കെ പറയാം. എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പതിവ് ശൈലിയിലുള്ള സരസമായ പ്രസംഗത്തിനൊപ്പം അല്പം രാഷ്ട്രീയം പറയാനും ഇപ്പോൾ വിട്ടുപോകാറില്ല. എതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും തന്നെ ഉയർത്തുന്നില്ലെങ്കിലും മോദിയുടെ ഉച്ചവിരുന്ന് വിവാദം അടക്കം ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് ഞാൻ എന്തിനു ഭയപ്പെടുന്നു? അടുത്തത് പ്രധാനമന്ത്രി വിളിച്ചാൽ ഭക്ഷണം കഴിക്കാൻ പോകുമോ? ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമായി. അദ്ദേഹം ഭക്ഷണത്തിന്റെ മെനു കണ്ടു കാണും. എന്തിനു വെറുതെ കളയുന്നു? കഴിച്ചോട്ടെ. എന്തായാലും NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കൂടി എത്തുന്നതോടെ കൊല്ലത്ത് പോരാട്ടം കനക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രതിവാളത്തുകളോടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.